ഗൈസ്, അപ്പം നമ്മൾ ഋഷഭ് പന്തിനെ പറ്റിയ ഒരു കാര്യം പറയാനാണ്. നമ്മൾ IPL ക്യാപ്റ്റൻസി ഒന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാനായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഋഷഭ് പന്ത് LSG നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യവും പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ അതിനെപ്പറ്റിയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ പറയാൻ വേണ്ടി നോക്കുക. ഏതൊക്കെയോ ടീം ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ന്യൂസ് വരുന്നുണ്ട്. ഒഫീഷ്യൽ അല്ല, പക്ഷേ അത് അത് സാധ്യമാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന ഓരോ ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ മനസ്സിലാവുള്ളൂ. പിന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട്, ആരൊക്കെയാണ് ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്, ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം നമുക്കൊന്ന് പറയാം. അപ്പം എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്നലെ ഒരു ന്യൂസ് വന്നായിരുന്നു, ഋഷഭ് പന്ത് LSG നിന്ന് ക്യാപ്റ്റൻസി സ്ഥാനം ഒഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ LSGയിലെ ഇതിൽ തന്നെ വന്ന് ടോം മൂഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് ക്രിക്കറ്റാണ് നമ്മളെ LSG ടീമിൻ്റെ ഡയറക്ടർ ഓഫ് ഇതാണ്. ആൾ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ ഋഷഭ് പന്ത് ക്യാപ്റ്റൻസി സ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞ് വന്നു. അത് കാരണം നമ്മൾ അപ്പം തന്നെ ആ ഡിസിഷൻ എടുത്തു ഒഴിവിച്ചു എന്ന് പറഞ്ഞ് വന്നായിരുന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. LSG wish to formally announce that Rishabh Pant has requested to be relieved of his captaincy duties with the franchise. എന്നെ ഒഴിവാക്കണം, ക്യാപ്റ്റൻസി ഡ്യൂട്ടീസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് റിക്വസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഇന്നലെ വന്നത്. അതിൽ വിത്ത് ദ ഫ്രാഞ്ചൈസ് ആൻഡ് ഫ്രാഞ്ചൈസ് ഹാസ് അക്സെപ്റ്റഡ് ഹിസ് റിക്വസ്റ്റ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഉടനെ തന്നെ അതിനെ മാനിച്ച് അപ്പം തന്നെ തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത്. ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ടോം മൂഡി ആണ് പറയുന്നത് LSGയുടെ. ഇപ്പോൾ ടോം മൂഡി ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ, ഋഷഭ് അപ്രോച്ച് ദ ഫ്രാഞ്ചൈസ് വിത്ത് ദിസ് റിക്വസ്റ്റ് ആൻഡ് വി ഹാവ് റെസ്പെക്ട്ഫുള്ളി അക്സെപ്റ്റഡ് ഇറ്റ്. റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. ദീസ് ഡിസിഷൻ ആർ നെവർ ഈസി. ഈ ഒരു ഡിസിഷൻ വളരെ ഈസി ഒന്നുമല്ല. വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ എല്ലാം ചെയ്തതിന്, ഇത്രയും നാൾ ഋഷഭ് ക്യാപ്റ്റനായി എല്ലാം ചെയ്തതിന് എല്ലാം നന്ദി പറയുന്നു. ഗ്രേറ്റ്ഫുൾ ആണ്, കാര്യങ്ങളാണ്. പിന്നെ എന്തൊക്കെയാണ് ഈ ക്യാപ്റ്റൻ ഡ്രസ്സിംഗ് റൂമിൽ വരുത്തിയത്, അതിലെല്ലാം നമ്മൾ നന്ദി പറയുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്നത്. അവർ ഫോക്കസ് നൗ ഈസ് കളക്റ്റീവ്. ഒന്നും കൂടെ റീബിൽഡ് ചെയ്ത് പുതിയൊരു ടീമിനെ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം എന്നും പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ക്രിക്കറ്റ് ക്വാളിഫയർ 2 ഉണ്ടായിരുന്നു പ്ലേ ഓഫ്സിൽ. അപ്പം അതിലും ചോദിച്ചപ്പോൾ ഋഷഭ് മാറട്ട്, എന്നാലേ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഒരു ഋഷഭിന് തോന്നിക്കാണും അങ്ങനെ മാറാൻ. ബിക്കോസ് നമ്മൾ എന്താണോ ഋഷഭിൽ നിന്ന് വിചാരിക്കുന്നത് അത് ഇനിയെങ്കിലും കിട്ടട്ടെ, ബാറ്റ്സ്മാനായിട്ടും വിക്കറ്റ് കീപ്പറുമായിട്ട്. അല്ലാതെ വേറെ ഇനിയിപ്പോൾ ഇല്ലയെന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും നമ്മളത് ഇനി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫോഴ്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 2 സീസണായി, നമുക്കെല്ലാം അറിയാം. രാഹുൽ 2 സീസൺ ഇതായി, 3ാമത്തെ സീസണിൽ രാഹുലിനെ നല്ല രീതിയിൽ ഇതാക്കി, അതിനെ ഒഴിവാക്കി. അതിനുശേഷം ഇപ്പോൾ ഋഷഭ് പന്ത് വന്നു, അങ്ങനെയും പ്രശ്നങ്ങൾ കളങ്ങുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ഇടയ്ക്ക് വെച്ച് അന്ന് ഗോവിന്ദയും ഋഷഭും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്നും ഇതേപോലെ ഒരു വലിയ ഒരു ചർച്ച ഇതേപോലെ ഉണ്ടാക്കിയതായിരുന്നു. 10-15 വർഷം ധോണിയും രോഹിത്തും എന്ന് പറയുന്ന ഒരു വലിയ ക്യാപ്റ്റന്മാരാണ് അവർ. നമുക്കറിയാം അവർ എത്ര ട്രോഫികളാണ് ടീമിന് വേണ്ടി ജയിച്ചത്. അതേപോലെ ഋഷഭും 10-12-15 വർഷത്തിനുള്ളിൽ ഒരു 5-6 ട്രോഫി ലക്നോയ്ക്ക് വേണ്ടി നേടിത്തരും. അപ്പം അതിൻ്റെ അർത്ഥം 10-12 വർഷം അങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ 2 സീസൺ കൊണ്ട് തന്നെ ഋഷഭിനെ തഴഞ്ഞു. അപ്പോൾ ഋഷഭ് പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അതിപ്പോൾ എന്തെങ്കിലും എഴുതി തീർക്കാം. എന്നിട്ടായിരിക്കും സഡൻലി ഒരു ട്രേഡ് വരുന്നത്, ഋഷഭ് വേറെ ടീമിൽ പോകുന്നത്, അങ്ങനെയൊക്കെ. ഞാനൊരു നല്ലൊരു ഋഷഭ് പന്ത് ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഋഷഭ് പന്തിനെ. പേഴ്സണലി ക്രിക്കറ്റർ, ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെ കാണുന്നത് ഋഷഭ് പന്തിന് വേണ്ടിയാണ്, ഇല്ലെങ്കിൽ ഞാൻ കാണില്ല. ഇപ്പം തന്നെ IPL കാണുന്നത് ആ 14 LSGയുടെ മാച്ച് മാത്രമേ ഞാൻ കാണും. അവൻ കളിക്കാതെ വരുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്, അതിൻ്റേതായ കാര്യങ്ങളുമുണ്ട്. എന്തുകൊണ്ട് അവൻ കളിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ബ്രേക്കപ്പ് ന്യൂസ് കടന്ന് കളിക്കുന്നുണ്ട്. ഇഷാൻ അഗിയായിട്ടല്ല,
അത് പോയി. പിന്നെ കാർ ആക്സിഡൻറ്റ് തിരിച്ചു വന്നതാണ്. അപ്പോഴൊക്കെ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒന്നാം തരം ബാറ്റ്സ്മാനാണ്. ഓടിയ ടീമിൽ നിന്ന് സാക്കാക്കി, അവിടെ നിന്ന് സാക്കാക്കി, T20 ഇല്ല, അവിടെ നിന്ന് ഇതില്ല. ഇതെല്ലാം പ്രഷറാണ്. ഓടിയ ടീമിൽ എന്താണ് തെറ്റ് ചെയ്തത്? ലാസ്റ്റ് കളിച്ച ഇംഗ്ലണ്ട് സീരീസിലാണ്. അതിനുശേഷം ആക്സിഡൻ്റായി. അതിനുശേഷം പുള്ളിക്കാരന് അവസരമേ കിട്ടുന്നില്ല. ലാസ്റ്റ് സെഞ്ചുറി അടിച്ചിട്ടാണ് നിർത്തിയത്. 125 റണ്ണ്. ഋഷഭ് കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ആ സീരീസും തോറ്റണേ. നിങ്ങളത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതിനുശേഷം ഫുൾ ടീമിലെടുക്കും, പക്ഷെ ചാൻസ് കൊടുക്കൂല. 1.5-2 വർഷമായി നിയർ അബൌട്ട് ODIയിൽ കളിച്ചിട്ട് തന്നെ. അപ്പം ഒരു പ്രാവശ്യം ചാൻസ് കൊടുക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കണമല്ലേ അതിൻ്റെ ഒരു ഇത്. നിങ്ങൾ ചാൻസ് കൊടുത്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇതാക്കാം. അല്ലെങ്കിൽ ഒരു 5-6, ഇപ്പം സഞ്ജുവിന് ലാസ്റ്റ് ഒരു 5 ചാൻസ് കൊടുത്തു, അതേപോലെ ഒരു 5 ചാൻസ് കൊടുത്ത് നോക്കും, എന്നിട്ട് അതിനെ ഡ്രോപ്പാക്കി. അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് റീസൺ ഉണ്ട്. ഇത് ഒരിതും ചെയ്യാതെ അതിനെ ഡ്രോപ്പാക്കി. ടെസ്റ്റിൽ വൈറ്റ്സ് ക്യാപ്റ്റൻ എന്ന റോള് അതിമനോഹരമായിട്ട് ആരെക്കാളും ചെയ്തത് ഋഷഭാണ്. അതെവിടെ വേണമെങ്കിലും പറയാം. അപ്പോൾ അത് നോക്ക്, 13 ഇന്നിങ്സിൽ 700 റണ്ണാണ് അടിച്ചത്. ആലോചിച്ച് നോക്ക്, ഒരു വൈസ് ക്യാപ്റ്റനും ഇല്ല. എന്നിട്ട് അതിൽ നിന്ന് സാക്കാക്കിയിട്ട് പറയുന്നു നിങ്ങൾ ബാറ്റ്സ്മാനായിട്ട് കളിക്കാം, ഫ്രീഡത്തിൽ കളിക്കാം. ഇതൊക്കെ ചുമ്മാ അതങ്ങ് പറയാം. എന്നിട്ട് KL രാഹുലിന് ഇതെല്ലാം പൊളിറ്റിക്സ് ആണെങ്കിലും നിങ്ങൾ ആലോചിക്കണം. ഇതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പം ഒരു ബാറ്റ്സ്മാനും ഒരു ഇതിൻ്റെയും ജീവിതം, അവരെ കളിയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ബിക്കോസ് ഇതിനിപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊന്നും കണ്ടറിയാം. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യല്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ആവുന്നത്. ബിക്കോസ് ഇതെല്ലാം ഒരാൾ എന്ത് മെൻ്റലി പ്രഷറായിരിക്കും ഇത് നേരിടണമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കംബാക്ക് സ്ട്രോങ്ങർ എന്നേ പറയാൻ പറ്റൂ. പിന്നെ 3 ടീമുകൾ ഇപ്പം എന്തു പറയാൻ, ഇപ്പം നമ്മൾ ഋഷഭിനെ ഇതാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. 3 ടീം. ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയണത് 3 ടീം എന്ന് പറയുന്നത് DC നിപ്പുണ്ട്, പിന്നെ KKR നിപ്പുണ്ട്, മുംബൈ നിപ്പുണ്ട്. ഇതൊക്കെ ട്രേഡ് ചെയ്ത് വാങ്ങാനാണ് ചാൻസ് എന്നാണ് പറയണത്. DC എന്ന് പറയണത് നിക്കോളസ് പൂരനും ഋഷഭ് പന്തിനെയും അങ്ങോട്ട് കൊടുത്തിട്ട് മുകേഷും നട്രാജനും പിന്നെ കുൽദീപിനെയും ഇങ്ങോട്ട് എടുക്കും ലക്നൗ. ഇപ്പം പിന്നെ JSW ആണ് ഋഷഭ് പന്തിനെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഓണർ വീണ്ടും ആയിട്ടുണ്ട്. അത് കാരണം തന്നെ ആ ഗ്രൂപ്പ് പാർത്ത് ജിൻഡൽ ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്കിതൊന്നും ഒഫീഷ്യൽ അല്ല. ഇത് ഇനിയിപ്പോൾ ഉടനെ ട്രേഡ് ഡീല് തുടങ്ങുമ്പം ഇതെല്ലാം വന്നു തുടങ്ങും. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞത് നമ്മളെ മുംബൈ ഇന്ത്യൻസിലോട്ട് പോകണമെന്ന് കേൾക്കുന്നുണ്ട്. ബിക്കോസ് ഋഷഭ് പന്തിനെ രോഹിത് ശർമ്മയ്ക്ക് ഇത് റിപ്പോർട്ട് ചെയ്തെന്ന് ഋഷഭ് പന്തിനെ മുംബൈയിലോട്ട് എടുക്കാം. അപ്പോൾ ആ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് പോകും. അപ്പോൾ ഇതെല്ലാം നടപ്പുണ്ട്. DC പറയുന്നത് DCയും ക്യാപ്റ്റൻസി കൊടുക്കാൻ റെഡിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നീക്കണോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ പോകണതാണ് നല്ലത്. അവൻ്റെ ഇത് തന്നെ സ്വന്തം ടീം DC ആയിരുന്നു, അത് തന്നെ DCയിലോട്ട് പോട്ടെന്നാണ് ആഗ്രഹം. നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ KKR ഒരു ഫുൾ ടേം ക്യാപ്റ്റൻസി റോളും കാര്യങ്ങളും എല്ലാം ബ്രൈറ്റ് ഫ്യൂച്ചർ ഋഷഭ് പന്തിനോട് കുറേ നാൾ പോകാനാണ് KKR ചിന്തിക്കണമെന്ന് പറയുന്നു. അപ്പം ഇതിൽ ഇപ്പം എന്താണ് ഇതാണ് കാര്യങ്ങൾ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല രീതിയിൽ പോയാൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇതൊക്കെയാണ് ട്രേഡ് ഓപ്ഷൻസുകൾ പറയുന്നത്. എന്തായാലും നല്ലതായിട്ട് തന്നെ പോട്ട്. ബിക്കോസ് ഋഷഭ് പന്ത് നല്ല രീതിയിലൊരു താഴ്ന്നു പോകുന്നു. എല്ലാവരും ട്രോള് കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ ട്രോൾ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചിന്തിക്കണം. എത്രത്തോളം വേണ്ടപ്പെട്ട ഒരു പ്ലെയർ ആണെന്നറിയോ? എക്സ് ഫാക്ടർ തന്നെയാണ്. അതിപ്പോൾ എവിടെയും വിളിച്ച് പറയാം. നമുക്ക് പറയാം ഒരു കളി കളിച്ചില്ല, അല്ലെങ്കിൽ ഒന്നും കളിക്കുന്നില്ല, കൂറയാണ്. അതൊക്കെ പ്രഷർ കാരണമാണ്. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചെത്തും. ഋഷഭ് പന്ത് തിരിച്ചു വരും. ഒരു കംബാക്ക് തന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം. അതിലൊരു ഡൗട്ടും ഇല്ല. ഞാൻ അത്രയും ഹോപ്പിലാണ്. ഇതൊക്കെയാണ് ഈ ടീമൊക്കെയാണ് ഇപ്പോൾ ട്രേഡിന് പറയുന്നത്. പിന്നെ മുംബൈയിലോട്ട് പറഞ്ഞതൊരു ന്യൂസ് തന്നെ ആയിരിക്കും. അത് മുംബൈയിലോട്ട് ഋഷഭിനെ ഹാർദിക്കിനെ ട്രേഡ് ചെയ്തിട്ട് മുംബൈയിലോട്ട് വരാൻ. പിന്നെ ഹാർദിക് അങ്ങനെ. അതുകൊണ്ട് ഋഷഭ് പന്ത് മേ ബി ഇതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കാം. പക്ഷെ നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് സീ എന്നേ പറയാൻ പറ്റൂ. ബിക്കോസ് ഇത് നടന്നാലും എല്ലാം നല്ലത് തന്നെ. അപ്പം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നടക്കട്ട്. എന്തായാലും ഒരു നല്ലൊരു ഇത് വരട്ടെ. കാരണം അവ അത്ര അനുഭവിക്കുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ മാറട്ടെ. ഇനിയിപ്പം അഫ്ഗാനിസ്ഥാൻ്റെ ടെസ്റ്റിൽ വൈസ് ക്യാപ്റ്റൻ അല്ലാത്ത റോൾ ഇപ്പോൾ 6-ാം തീയതി തുടങ്ങും. അപ്പം അന്ന് ഫസ്റ്റ് കളി അന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കൊടുത്താൽ തന്നെ അതോടെ വായിലടക്കി എല്ലാവരും അടച്ചിരിക്കും. കാരണം ഇത് ഭയങ്കര ഒരു ഇതായിട്ടാണ് ഫീലാവുന്നത്. അത്ര ഇത് ചെയ്യല്ലോ ഒരാളുടെ അടുത്ത്, മനസ്സിലായോ? നമ്മൾ
ഗോൺ ത്രൂ ചെയ്യണം എന്താണെന്ന് പറയുന്നത്. 2 സീസൺ കളിച്ചില്ല. LSDയുടെ കൂടെ ഉള്ള ക്യാപ്റ്റൻ റെക്കോർഡ് നല്ല പുവറാണ്. ബിക്കോസ് എനിക്ക് തോന്നി 28 മാച്ച് കളിച്ച് അതിൽ 10 ജയവും 18 തോൽവിയും, 35%, 37% ഉള്ളൂ വിൻ പെർസെൻറ്റേജ്. അത് നല്ല കുറവാണ്. പക്ഷേ DC-യിലൂടെ പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. കുറേ കളികൾ ജയിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അറിഞ്ഞൂടാ, നോക്കണം. പിന്നെ മുന്നോട്ട് പോകുന്നതന്നെ വിശ്വസിക്കാം, അല്ലാതെ ഇപ്പം എന്ത് പറയാൻ. എങ്ങനെയും ജയിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം, ഒന്നും പറയാനില്ല. എങ്ങനെയും നല്ലൊരു ടീം കണ്ടെത്തി അവിടെ പോയി കളിച്ച് നല്ലൊരു റിസൾട്ട് തന്നെ കംബാക്ക് ചെയ്യും ഋഷഭ് പന്ത്. അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് പറയാണ്. ഇതാണ് ഇപ്പോഴത്തെ ന്യൂസ്. അതുകൊണ്ട് ഇങ്ങനെ പേഴ്സണലി ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കല്. അവർ കളിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ എന്ത് തോന്നുന്നു, ഋഷഭ് പന്ത് വരുമോ? നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. ഏത് ടീമിൽ പോവും എന്ന് തോന്നുന്നു, അതോ LSD തന്നെ തുടരുമോ, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.